ഹായ് ഗൈസ്. സോ ഐ ഹാഡ് എ ഫാൻ ഗേൾ മൊമെന്റ് ആൻഡ് എനിക്ക് വാക്കുകളൊന്നും വരില്ല. ഐ എം റിയലി എക്സൈറ്റഡ്. KLF-നോട് എനിക്ക് എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. ബിക്കോസ് ദേ ഗേവ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി. ഐ സോ ഹർ റിയലി ക്ലോസ്. ഐ ഹേർഡ് ഹർ സ്പീച്ച്. ഐ ഗോട്ട് ആൻ ഓട്ടോഗ്രാഫ്. അപ്പോൾ പുള്ളിക്കാരുടെ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂവിന്റെ കുറച്ച് ക്ലിപ്പിംഗ്സ് ഞാൻ ഇവിടെ കാണിക്കാം. അതിനകത്ത് ചില വാക്കുകൾ പുള്ളിക്കാരി വളരെ കോമൺ ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജിലാണ് പറയുന്നത്. അതിൽ കുറച്ച് നല്ല വേറെ വാക്കുകൾ, അതായത് നമുക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള അവിടെ ആഡ് ചെയ്യാൻ പറ്റിയ വേറെ വേർഡ്സുകൾ നമുക്കൊന്ന് നോക്കാം. വീഡിയോ നിങ്ങൾ കണ്ടോളൂ. How does India look like from space? India is pretty spectacular because the cities are lit up. It's white lights, and all those lights seems to be like connected. ഓക്കെ, ദ ഫസ്റ്റ് വേർഡ് വാസ് വെരി സിമ്പിൾ അല്ലെ. ഭയങ്കര സിമ്പിൾ ആയിട്ട് സ്പെക്ടാക്കുലർ എന്നൊരു വേർഡ് പുള്ളിക്കാരി യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ നമുക്ക് ഭയങ്കര ഓവ് ഇൻസ്പയറിംഗ്, സ്പ്ലെൻഡഡ് അല്ലെങ്കിൽ ബ്രെത്ത് ടേക്കിംഗ് ഇങ്ങനത്തെ വാക്കുകൾ നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ വേർഡ് നോക്കിയാലോ. Colors are amazing. The Himalayas are absolutely amazing. രണ്ടാമത്തെ വേർഡ് പുള്ളിക്കാരി യൂസ് ചെയ്യുന്നത് അമേസിംഗ് എന്നാണ്. അതിന് പകരം നമുക്ക് അവിടെ എക്സ്ട്രാ ഓർഡിനറി, അസ്റ്റൗണ്ടിങ്, റിമാർക്കബിൾ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. And then the coast is obviously cool because you can see, particularly on the east side, when the rivers run off, how they interact with the water on that side, the different colors and swirls from that side. മൂന്നാമത്തെ വേർഡ് കൂൾ അല്ലെ. അതിന് പകരം നമുക്ക് അഡ്മയറബിൾ, പോയസ്റ്റ്, ഭയങ്കര ഇംപ്രസീവ് ഇങ്ങനത്തെ വാക്കുകൾ യൂസ് ചെയ്യാം. അപ്പോ ഷി വാസ് സോ സ്വീറ്റ് ആൻഡ് the best thing happened to me today. So thank you so much for watching. അടുത്ത വീഡിയോയിൽ കാണാം. So ഭാഷ ബഹുവിശേഷം.